ഒരു രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയ്ക്കും ആളുകളുടെ ഉന്നമനത്തിനും കാര്യമായ മാറ്റം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരവാദി ആ നാട് ഭരിക്കുന്നവൻ തന്നെയാണ്. അതുകൊണ്ടൊക്കെയാണ് അധികാരത്തിലിരിക്കുന്നവർക്ക് കാര്യമായ വിദ്യാഭ്യാസമോ അല്ലെങ്കിൽ ചുരുങ്ങിയ പക്ഷം ജനങ്ങളുടെ പൾസ് നന്നായിട്ട് അറിയുന്നവനെങ്കിലും ആവണം പ്രധാനമന്ത്രി എന്ന് ജനങ്ങൾ താല്പര്യം പ്രകടിപ്പിക്കുന്നത്. നമുക്കുമുണ്ട് ഒരു പ്രധാനമന്ത്രി. ജനങ്ങളുടെ പൈസ എടുത്ത് കറങ്ങി നടക്കാനും അമ്പലത്തിന് തറക്കല്ലിടാനും ജനങ്ങളെ ട്രോളാനും മാത്രമാണ് അദ്ദേഹം തന്റെ പദവി ഉപയോഗിക്കുന്നത്. വഖഫ് സ്വത്തുക്കൾ കൃത്യമായി ഉപയോഗിച്ചിരുന്നെങ്കിൽ മുസ്ലിം യുവാക്കൾക്ക് പഞ്ചറുകൾ നന്നാക്കി ഉപജീവനം നടത്തേണ്ടി വരില്ലായിരുന്നു എന്നാണ് നമ്മുടെ പ്രിയ പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞത്. കഴിഞ്ഞ ദിവസം ഹരിയാനയിലെ ഹിസാറിൽ നടന്ന പൊതുപരിപാടിക്കിടെയാണ് പ്രധാനമന്ത്രി ഇത്തരത്തിൽ പരാമർശം നടത്തിയത്. വഖഫ് സ്വത്തുക്കൾ സത്യസന്ധമായി ഉപയോഗിച്ചിരുന്നെങ്കിൽ മുസ്ലിം യുവാക്കൾക്ക് സൈക്കിൾ പഞ്ചറുകൾ നന്നാക്കി ഉപജീവന മാർഗം കണ്ടെത്തേണ്ടി വരില്ലായിരുന്നു. എന്നാൽ വഖഫ് സ്വത്തുക്കളിൽ പ്രയോജനം ഉണ്ടാക്കിയത് ഭൂമാഫിയകളാണ്. ഈ മാഫിയ ദളിത്, പിന്നോക്ക വിഭാഗങ്ങൾ, വിധവകൾ എന്നിവരുടെ ഭൂമി കൊള്ളയടിക്കുകയായിരുന്നു. ഇതായിരുന്നു പ്രധാനമന്ത്രിയുടെ വാക്കുകൾ. സാമൂഹിക മാധ്യമങ്ങളിലെ ഭാഷ ഉപയോഗിച്ച് ഇത്തരം പരാമർശങ്ങൾ നടത്തുന്നത് ഒരു പ്രധാനമന്ത്രിക്ക് യോജിച്ചതല്ലെന്ന് മനസ്സിലാക്കാത്ത പ്രധാനമന്ത്രി നയിക്കുന്ന ഇന്ത്യ എത്രമാത്രം പുരോഗതിയിലേക്ക് പോകുമെന്ന് ചുമ്മാ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാവും. എന്തായാലും മോദിക്ക് സമാധാനിക്കാനുള്ള വകയുണ്ട്. കേവലം 10 വർഷം കൊണ്ട് തന്നെ രാജ്യത്തെ യുവാക്കളെ ഈ നിലയിലേക്ക് എത്തിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. ജോലിയില്ല, വിദ്യാഭ്യാസമില്ല, നല്ല ഭക്ഷണമോ ചികിത്സയോ ഇല്ല. പഞ്ചറുകൾ ഒട്ടിക്കുക എന്നത് മാത്രമാണ് അവർക്ക് മുന്നിൽ ജീവിക്കാനുള്ള വഴി. സംഭവം വിവാദമായതോടുകൂടി ഉറങ്ങിക്കിടന്ന പ്രതിപക്ഷം സടകുടഞ്ഞെണീറ്റിട്ടുണ്ട്. മുഖ്താർ അബ്ബാസ് നഖിയെയും ഷാനവാസ് ഹുസൈനെയും MK അക്ബറിനെയും നിങ്ങൾ എന്തുകൊണ്ടാണ് ചവറ്റുകൊട്ടയിൽ എറിഞ്ഞത്? വഖഫ് ബില്ലിലൂടെ മുസ്ലിങ്ങൾക്ക് നന്മ ചെയ്യുകയാണെന്നാണ് നിങ്ങൾ പറയുന്നത്. പക്ഷെ ലോക്സഭയിൽ അത് അവതരിപ്പിക്കാൻ നിങ്ങൾക്ക് ഒരു മുസ്ലിം MP പോലുമില്ല. മുസ്ലിം സ്ത്രീകളുടെ അവകാശങ്ങളെ കുറിച്ച് നിങ്ങൾ സംസാരിക്കുന്നു. ലോക്സഭയിലോ രാജ്യസഭയിലോ ഏതെങ്കിലും സംസ്ഥാന നിയമസഭയിലോ നിങ്ങൾക്ക് ഒരു മുസ്ലിം വനിതാ അംഗം പോലുമില്ല എന്നാണ് കോൺഗ്രസ് രാജ്യസഭാ MP ഇമ്രാൻ പ്രതാപ് ഹർഷി പറഞ്ഞത്. നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു പ്രധാനമന്ത്രിയാണെന്നും അധിക്ഷേപ ട്രോളുകൾ പറയും മുമ്പ് ചിന്തിക്കണമെന്നും കോൺഗ്രസ് വക്താവ് സുപ്രിയ ശ്രീനേതെ പറയുന്നുണ്ട്. ഭരണഘടനാ ശില്പിയായ BR അംബേദ്കറുടെ ജന്മദിനാഘോഷത്തിന്റെ ഭാഗമായി പാർലമെന്റിൽ നടന്ന ചടങ്ങിൽ പ്രധാനമന്ത്രി അദ്ദേഹത്തിന് ആദരാഞ്ജലി അർപ്പിക്കാത്തത് എന്തുകൊണ്ടാണെന്നും അവർ ചോദിക്കുന്നു. പാവപ്പെട്ട ഹിന്ദുക്കളുടെ അവസ്ഥ മെച്ചപ്പെടുത്താൻ നിങ്ങൾ ക്ഷേത്രഭൂമി ഉപയോഗിച്ചോ എന്നായിരുന്നു മോദിയോടുള്ള സമാജ്വാദി പാർട്ടി നേതാവ് അബു അസ്മിയുടെ ചോദ്യം. മുസ്ലിങ്ങൾ ദരിദ്രരും പഞ്ചർ ഒട്ടിക്കുന്നവരുമാണെങ്കിൽ എന്തുകൊണ്ട് അവർക്ക് നിങ്ങൾ പ്രാതിനിധ്യം നൽകുന്നില്ലെന്നും അദ്ദേഹം ആരായുകയുണ്ടായി. RSS അതിന്റെ വിഭവങ്ങൾ രാജ്യ താല്പര്യത്തിനായി ഉപയോഗിച്ചിരുന്നെങ്കിൽ പ്രധാനമന്ത്രിക്ക് കുട്ടിക്കാലത്ത് ചായ വിൽക്കേണ്ടി വരില്ലായിരുന്നുവെന്ന് AM നേതാവും MP-യുമായ അസദുദ്ദീൻ ഒവൈസി പറഞ്ഞു. തന്റെ സർക്കാർ അധികാരത്തിലിരുന്ന 11 വർഷത്തിനിടെ പ്രധാനമന്ത്രി ഹിന്ദുക്കളിലെയും മുസ്ലിങ്ങളെയും ദരിദ്രർക്ക് വേണ്ടി എന്താണ് ചെയ്തതെന്നും അദ്ദേഹം ചോദിക്കുകയുണ്ടായി. ഇദ്ദേഹം 12 വർഷം ഭരിച്ച ഗുജറാത്തിൽ ഹിന്ദു പാവങ്ങളും പണക്കാരും തമ്മിലുള്ള അന്തരം എത്രയാണെന്ന് മനസ്സിലാക്കാൻ അന്ധഭക്തർക്ക് കഴിഞ്ഞാൽ തീരുന്നതേയുള്ളൂ ഈ വിദ്വേഷ പറച്ചിൽ. ഹിന്ദി ഹൃദയഭൂവിൽ മുസ്ലിങ്ങളെ പരിഹാസപൂർവ്വം സംഖ്യകൾ കുത്തുന്ന ചാപ്പയാണ് പഞ്ചർവാലകൾ എന്ന്. ഇന്ത്യ ഭരിക്കുന്ന പ്രധാനമന്ത്രി അതേ ചാപ്പയുടെ വക്താവാകുമ്പോൾ അയാളിലെ മുസ്ലിം വിരുദ്ധത ആവർത്തിച്ച് തെളിയുകയാണ്. ഏറ്റവും വലിയ കോമഡി, ചായ വിറ്റ് ജീവിച്ചനാണ് എന്ന് സ്വാഭിമാനം കൊള്ളുന്ന ഒരുത്തന് പഞ്ചർ ഒട്ടിക്കുന്നവരോട് പുച്ഛമാണ് എന്നുള്ളതാണ്.